നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഹമാസിന്റെ നാവിക കമാൻഡർ റംസി റംദാൻ അബ്ദലി സാലേഹും കൂട്ടാളികളും ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഹമാസിന് വീണ്ടും ഒരു നേതാവിനെ നഷ്ടമായിരിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഈ ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്. ഗാസയിലെ ഭക്ഷണ വിതരണശാലയിലായിരുന്നു ആക്രമണം നടന്നത്. ഹമാസിന്റെ നാവിക കമാൻഡറാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയവും ഗൗരവവും. ഹമാസുമായി ബന്ധമുള്ള ചിലരെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയുണ്ടായി. മോർട്ടാർ ഷെൽ അറേ സെല്ലിലെ ഡെപ്യൂട്ടി മേധാവി ഹിഷാം ഐമാൻ അദിയ മൻസൂറിനെയും കൂട്ടാളി നിസി മുഹമ്മദ് സുലൈമാൻ അബൂ സഫായെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. സാലേഗ് ഹമാസിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഗാസയിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയായിരുന്നു ഇവരെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്ക് പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആക്രമണം നടന്നതെന്നതും ഏറ്റവും ഗൗരവകരമായിട്ട് മാറിയിരിക്കുകയാണ്. ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ലോഞ്ചറുകൾ, മറ്റ് കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, യമനിൽ ചെങ്കടലിൽ കപ്പലിന് നേരെ ആയുധധാരികൾ ആക്രമണം നടത്തി. കപ്പലിന്റെ സായുധ സുരക്ഷാ സംഘം തിരിച്ചടിച്ചു എന്നതടക്കമുള്ള മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. സംഘർഷം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യമന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം കപ്പലുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ചെറിയ ബോട്ടുകളിൽ എത്തിയ സംഘമായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും ആഫ്രിക്കൻ ഗ്രൂപ്പുകളുടെ കടൽക്കൊള്ളയും ഉൾപ്പെടെ ചെങ്കടൽ മേഖല നിരവധി ഭീഷണികളാണ് നിലവിൽ നേരിടുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ഹൂതികൾ ഈ പ്രദേശത്ത് ആക്രമണം നടത്തിയെന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇസ്രായേൽ ഉന്നതതല സംഘം ഖത്തറിലേക്ക് തിരിച്ചിരുന്നു. ഹമാസുമായി ബന്ദിമോചനം, വെടിനിർത്തൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച ഈ ഒരു ലക്ഷ്യത്തോടെയായിരുന്നു ഇസ്രായേൽ സംഘം ഖത്തറിലേക്ക് പോയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയായിരുന്നു ഇസ്രായേൽ ഉന്നതതല സംഘത്തിന്റെ ഖത്തർ സന്ദർശനം. അതിനിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. വെടിനിർത്തൽ കരാറിലെത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. 4 വശത്തു നിന്നും ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണം അല്ലെങ്കിൽ അതിലെത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ, സമ്മർദ്ദമൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഉയരുന്നുണ്ട്. ട്രംപുമായി നടക്കാനിരിക്കുന്ന ചർച്ച വെടിനിർത്തൽ കരാറിലേക്കും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളുടെ മോചനത്തിനും സഹായകരമാകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കാൻ താൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ട്രംപ് ജനുവരിയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നെതന്യാഹു നടത്തുന്ന 3ാമത്തെ US സന്ദർശനമായി ഇത് മാറിയിരിക്കുകയാണ്. അതേസമയം ഈ US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം, അതിനോട് രമ്യമായ രീതിയിലാണ് ഹമാസ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് ആവശ്യപ്പെട്ട മാറ്റങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഹമാസിനെ നിരായുധീകരിക്കണമെന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ ആവശ്യം. നമുക്കറിയാവുന്നതുപോലെ ഹമാസിനെ ഉന്മൂലനം നാശം ചെയ്യാതെ ഈ പോരാട്ടത്തിൽ പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആ ഒരു നിലപാടിൽ നിന്നും അദ്ദേഹം തെല്ലിട മാറിയിട്ടില്ല. അതിനിടെ നമുക്ക് മറ്റൊരു വിവരവും കൂടി നോക്കാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിനിടെ സംഭവിച്ച ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ 5 ഇസ്രായേലി സൈനിക താവളങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഓറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡേറ്റയെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേൽ പ്രതിരോധ സേന താവളങ്ങളിലും മറ്റ് സെൻസിറ്റീവ് സ്ഥലങ്ങളിലും നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുന്നത് തടയുന്ന സാഹചര്യമുണ്ടായി. IDFന്റെ കർശനമായ സെൻസർഷിപ്പ് ഇത് കാരണം റഡാർ ഡേറ്റ സ്ട്രൈക്കുകൾ പരസ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇറാൻ അവരുടെ മിസൈലുകൾ മികച്ച രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ ഇവ ഉപയോഗിച്ചേക്കാം എന്നടക്കമുള്ള വാദം ഉന്നയിച്ചാണ് ഇത് തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആക്രമിക്കപ്പെട്ട താവളങ്ങളിൽ ടെൽനോഫ് എയർബസ്, ഗ്ലിലോട്ട് ഇന്റലിജൻസ് ബേസ്, സിപ്പോറിറ്റ് കവച, ആയുധ നിർമ്മാണ താവളം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഈ വിവരം പുറത്തുവിട്ടതുമാണ്. പക്ഷേ നാശനഷ്ടങ്ങളുണ്ടായത് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല.
ജൂൺ 13-ാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 IDF താവളങ്ങൾ 6 റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെയും US-ന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മറ്റ് 36 മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മറ്റ് 28 പേരെ മരണത്തിനിടയാക്കുകയും 240 കെട്ടിടങ്ങൾക്ക്, 2 സർവകലാശാലകൾക്കും 1 ആശുപത്രിക്കും ഈ ആക്രമണത്തിൽ കനത്ത നാശമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കനത്ത ആക്രമണം നേരിട്ടപ്പോൾ 28 ഇസ്രായേലികൾ മരിച്ചു. പക്ഷേ 28 പേർ എന്നത് ഒരു കുറഞ്ഞ സംഖ്യയാണെന്നും ഇത് രാജ്യത്തിന്റെ വിപുലമായ മുന്നറിയിപ്പ് സംവിധാനത്തെയാണ് എടുത്തു കാണിക്കുന്നത് എന്നതടക്കമുള്ള അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങൾ ബോംബ് ഷെൽട്ടറുകളും സുരക്ഷിത മുറികളും അച്ചടക്കത്തോടെ ഉപയോഗിച്ചതിനും ഇത് തെളിവായി, അല്ലെങ്കിൽ അത് അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ മരണസംഖ്യ കുറഞ്ഞതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ടെലിഗ്രാഫ് പ്രത്യേകമായി അടയാളപ്പെടുത്തി വിവരിക്കുന്നുണ്ട്. എണ്ണ, വൈദ്യുതി സൗകര്യങ്ങളിൽ 7 ആക്രമണങ്ങൾ ഉണ്ടായി. രാജ്യത്തെ പ്രമുഖ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഭാഗം തകർന്ന് തരിപ്പണമായി. ബീർഷെവയിലെ ബെൻ ഗുരിയോൻ സർവകലാശാലയുടെ ക്യാമ്പസിനോട് ചേർന്നുള്ള ആശുപത്രിയായ സൊറോക്കോ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിന് വലിയ നാശനഷ്ടമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ ഈ മെഡിക്കൽ സെന്ററിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നു. അദ്ദേഹം സന്ദർശിക്കുന്നു. ഈ ഒരു ആക്രമണത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ചയാണ്. 7 ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. മികച്ച പ്രതിരോധം തീർത്ത് ഇറാന്, പക്ഷേ ഇറാനും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഏറ്റത്. അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ്. എന്തായാലും ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിലെ 13,000-ലധികം വ്യക്തികൾക്ക് ഭവനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 500ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത്. ഇതിൽ പകുതിയിലധികവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് വിവരം. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 1100 ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചു. അതിലൊന്ന് മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ പതിച്ചത്. നിലവിലുള്ള മിസൈൽ ശേഷിയുടെ ഏകദേശം 25 മുതൽ 30% വരെ മാത്രമേ ഇതുവരെ ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 7-ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രായേലിന്റെയും US-ന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോടെ കടന്നെത്തിയെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത് ക്രമേണ വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ഉയർന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് മിസൈലുകൾ എത്തിയത്. ഇത് മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനെ വലിയ രീതിയിൽ ആശങ്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു ഈ സംഭവം. ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധവും യുദ്ധത്തിനെതിരെ ആ സമയം ഉയരുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.